ഹലോ, ഞാൻ നിങ്ങളുടെ അയനമ്മു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും ഇല്ലാത്തവരൊക്കെ അങ്ങോട്ട് വന്നോളൂ കേട്ടോ. നല്ല പച്ചക്ക് കേൾക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റിലിട്ടേക്കാം. അപ്പോൾ കൂടുതൽ നീട്ടി വിളയ്ക്കാണ്ട് നമുക്ക് നമ്മുടെ കഥയിലേക്ക് അങ്ങ് പോയാലോ. എൻ്റെ പേര് ദീപക്, ദീപു എന്ന് വിളിക്കും. എൻ്റെ ജീവിതത്തിൽ നടന്ന ശരിക്കൊരു സംഭവം കേട്ടോ അത്. അന്ന് എനിക്കൊരു 23 വയസ്സ് പ്രായം. ഡിഗ്രി കഴിഞ്ഞ് ആദ്യമായി എനിക്കൊരു ജോലി കിട്ടുന്നു, അതും എറണാകുളത്ത്. എൻ്റെ സ്ഥലം തൃശ്ശൂരാണേലും ഡെയിലി ജോലിക്ക് പോയി വീട്ടിൽ വരൽ അത്ര ഈസി ആയിട്ടൊരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എറണാകുളത്തൊരു ഗ്രാമം നോക്കി അത്രയും ആൾക്കാരില്ലാത്തൊരു സ്ഥലത്തൊരു വീടെടുത്ത് വാടകയ്ക്ക്. അയൽപ്പക്കത്ത് ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാത്ത പോലെ ഞാൻ അവിടെ താമസം തുടങ്ങി. ജോലി അത്യാവശ്യം എളുപ്പമായിരുന്നു. കുറച്ചു നേരം പണിയെടുത്താൽ മതി. സെയിൽസ് ആയിരുന്നു എൻ്റെ പണി. എല്ലാ മാസവും ടാർഗറ്റ് കവർ ചെയ്യാൻ എനിക്ക് അത്യാവശ്യം എളുപ്പം തന്നെ ആയിരുന്നു. എൻ്റെ വാചകടി കൊണ്ട് മാത്രം ഞാൻ നല്ലൊരു സെയിൽസ്മാനായി. ഒരു ഉച്ച ആവുമ്പോഴേക്കും പണിയെല്ലാം തീർത്ത് ഞാൻ വീട്ടിലെത്തും. അങ്ങനെ 2-3 മാസം കടന്നുപോയി. എൻ്റെ ജീവിതം പച്ച പിടിച്ച് തുടങ്ങി. എന്നിരുന്നാലും എൻ്റെ വീക്ക്നെസ് അത് പെണ്ണ് തന്നെയാണ്. എനിക്ക് കൂടുതലും എന്നേക്കാൾ പ്രായം കൂടിയ കല്യാണം കഴിച്ച് അങ്ങനത്തെ ഉള്ളവരെയൊക്കെ ഇഷ്ടം. എൻ്റെ ഇതിന് അത്രയ്ക്കും അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ട് താനും താഴെ. എന്നിരുന്നാലും ഞാൻ ഇന്നേ വരെ ആരെയും ആക്കിയിട്ടില്ല. എൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എൻ്റെ എല്ലാം അങ്ങ് ഉരുമാറ്റും. എൻ്റെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഒന്നുമില്ലാണ്ട് ആസ്വദിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആരും വരാനില്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നത് കൊണ്ടും എൻ്റെ മെയിൻ പരിപാടി വീട്ടിലിങ്ങനെ അതും ഇതുമൊക്കെ കണ്ട് ഒന്നുമില്ലാണ്ട് ഇങ്ങനെ അങ്ങ് നടക്കാമെന്നായിരുന്നു. അങ്ങനെ ഒരുപാട് സ്വയം പരിപാടി ഞാൻ ഡെയിലി കാര്യമായിട്ട് നടത്തി അങ്ങ് പോവും. ഒരു ദിവസം എൻ്റെ എല്ലാ പ്ലാനും തീർന്നു. അന്ന് ഞാൻ ഓർക്കുന്നു, ഓഗസ്റ്റ് മാസം ഒരു 1-ാം തീയതി ഒരതിഥി എൻ്റെ വീട്ടിലേക്ക് വന്നു. 4 മാസം എന്നെ കാണാൻ ആരും അവിടെ വരാറില്ലായിരുന്നു. എന്നാൽ ഇന്നൊരാൾ വന്നു. അയലത്തെ വീട്ടിലെ ചേച്ചിയായിരുന്നു അത്. ബെല്ലടിച്ചു. പെട്ടെന്ന് ശബ്ദം ഞാൻ കേട്ട് ഞെട്ടി എണ്ണീറ്റു. വേഗം ഞാൻ എൻ്റെ മുറിയിലോടി. കിട്ടിയ തുണിയൊക്കെ വാരിപ്പെറുക്കി ഇട്ടു. പിന്നെയും ഒരു ബെല്ലും കൂടി അടിച്ചു. ഞാൻ വേഗം പോയി വാതിൽ തുറന്നു. അതാണ് എൻ്റെ അയലത്തെ വീട്ടിലെ ചേച്ചി. പേരില്ലയ. വയസ്സൊരു 26 കാണും. കൂടെ തന്നെ ഒരു കുട്ടിയുണ്ട്. ഇനി ആ ചേച്ചിയെക്കുറിച്ച് അറിയണ്ടേ? നല്ല ഇരുനിറം, നല്ല കണ്ണ്, നല്ല അത്, നല്ല ഇത്, അങ്ങനെ എല്ലാം ഒത്തൊരു സാധനം. ഞാൻ അവരൊന്ന് നോക്കിപ്പോയി. എൻ്റേത് നല്ല സെറ്റായിട്ടിരിക്കുകയായിരുന്നേ. അവർ പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പേര് ലയ, അവിടെ ഓപ്പോസിറ്റ് കാണുന്ന എൻ്റെ വീട്. ഞാൻ പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്തു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, വരൂ ചേച്ചി, അകത്തിരിക്കി. അങ്ങനെ ഞാൻ അവരെ ക്ഷണിച്ച് അകത്തേക്ക് ഇരുത്തി. ശേഷം അവരെൻ്റെ വീട് മൊത്തം ഒന്ന് നോക്കി. വീട് വൃത്തിയാക്കിയിടുന്ന കാര്യത്തിൽ ഞാൻ മിടുക്കനായിരുന്നു. ഞാൻ ചേച്ചിക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? എന്തായാലും മതി. ഞാൻ വേഗം അടുക്കളയിൽ പോയി നല്ല കാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. അവർക്ക് ആ കാപ്പി നല്ല എൻജോയ് ചെയ്ത് കുടിച്ചു. എൻ്റെ കുക്കിംഗ് നല്ല അടിപൊളിയാണെന്ന് എൻ്റെ വീട്ടുകാർ ആദ്യമേ പറയാറുണ്ട്. ലയ, നന്നായി കാപ്പി ഉണ്ടാക്കിയല്ലോ, എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു? ഓ, അങ്ങനൊന്നുമില്ല ചേച്ചി. പിന്നെ അവിടെ ഇരുന്ന് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ പഠിച്ചു. അവർക്ക് LKG പഠിക്കുന്നൊരു കുട്ടിയുണ്ട്. ഭർത്താവ് ഗൾഫിലാണ്. 2 വർഷം കൂടുമ്പോഴാണ് വരുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കി, ആൾ നല്ല കമ്പനിയാണ്, ഒറ്റയ്ക്കാണ് എന്നൊക്കെ ഒരു ഫീലിങ്സും ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഷേക്ക് ഹാൻഡ് കൊടുത്തു. ആ ഷേക്ക് ഹാൻഡ് ഞാൻ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തു. നമ്പർ മേടിക്കാൻ ഞാൻ തീരെ മറന്നില്ല. വേഗം ഞാനത് സേവ് ആക്കിയിട്ടു. അവരെൻ്റെയും നമ്പർ മേടിച്ചു. എന്നിട്ട് അവർ വീട്ടിൽ പോയി. അങ്ങനെ രാത്രി ഒരു 11:30 ഞാൻ വാട്സപ്പ് ഓപ്പൺ ആക്കി കുറേ സ്റ്റാറ്റസ് നോക്കുമ്പോഴാണ് ഒരു മെസ്സേജ് എനിക്ക് വരുന്നത്. ഞാൻ പേര് നോക്കി. അതെ, അതവൾ തന്നെ, ലയ. ഞാൻ മെസ്സേജ് വായിക്കാൻ തുടങ്ങി. എന്ത് പറ്റി, ഓൺലൈൻ ഉണ്ടല്ലോ? ഉറങ്ങാൻ ടൈമിലല്ലേ ചേച്ചി, ഞാനൊരു 12 മണിയൊക്കെ ആവും. എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് ബിസിയാണോ? ഏയ്, ഞാൻ പാവം, എനിക്ക് ഗേൾ ഫ്രണ്ടൊന്നുമില്ലേ. അതെന്ത് പറ്റി? ആരെങ്കിലും സെറ്റ് ആവണ്ടേ ചേച്ചി? പരിശ്രമിച്ചാൽ സെറ്റാവും, ഞാനല്ലേ പറയുന്നേ. അതുപോട്ടെ, ചേച്ചി എന്താ ഉറങ്ങാത്തെ? ഇപ്പോൾ ഹസ്ബൻഡ് വിളിച്ചുള്ളൂടാ. വീഡിയോ കോൾ ആയിരുന്നോ?
അതെൻ്റെ അങ്ങനൊരു ചോദ്യം? എന്നെ വീഡിയോ കോൾ ചെയ്യാൻ ആരുമില്ലല്ലോ, അസൂയ കൊണ്ട് ചോദിച്ചയാ. എന്നാ ഞാൻ എന്നെ വീഡിയോ കോൾ ചെയ്യട്ടെ ദീപക്കെ? കോൾ ചെയ്തോ, എന്നെ ദീപൊന്ന് വിളിച്ചാൽ മതി. പെട്ടെന്ന് എനിക്കൊരു വീഡിയോ കോൾ വന്നു. ഞാൻ വേഗം ഒരു ടീഷർട്ടൊക്കെ എടുത്തിട്ട് ആ കോളെടുത്തു. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ അവനിങ്ങനെ വന്നപ്പോൾ അവരുടെ ആ ഒരു ലുക്കില്ലേ, അത് പ്രത്യേക ഒരു ഇതായിരുന്നു. ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണേ. അപ്പോൾ എൻ്റെ അതങ്ങ് സെറ്റായി. എന്താടാ നിനക്ക് എടുക്കാനതൊരു താമസം? ചേച്ചി വിളിക്കുന്ന തീരെ പ്രതീക്ഷയില്ലേ? ഇപ്പം ശരിയായില്ലേ? അവൾ കുണുങ്ങിച്ചിടിച്ചു. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിരുന്നു. അവസാനം ഞങ്ങൾ ട്രൂത്ത് ഓർ ഡെയറൊക്കെ കളിക്കാൻ തുടങ്ങി. കൂടുതലും ഞങ്ങൾ കളിയിൽ ട്രൂത്തായിരുന്നു ചൂസ് ചെയ്തത്. അങ്ങനെ എന്താ ചേച്ചിയെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചു. ട്രൂത്ത് ഓർ ഡെയർ? ഡെയർ. ശരിക്കും? ശരിക്കും. എന്നാൽ ലേ പറയുക, എന്നാൽ ടീഷർട്ട് അങ്ങ് മാറ്റിക്കോളാൻ. ഞാൻ വേഗം അത് മാറ്റി. താഴെ അതില്ലല്ലോ, അപ്പോൾ പിന്നെ ഇത് മതി ചേച്ചി. ആടാ മതി, നല്ല ഫിറ്റ്നസ് ഉണ്ടല്ലോ. അത് ഞാൻ പണ്ട് ജിമ്മിൽ പോയി ഉണ്ടാക്കിയതാ ചേച്ചി. ഇപ്പോൾ 4 മാസമായി പോയിട്ട്. ഇവിടെ ഞാൻ പോണ ജിമ്മുണ്ടടാ, നീ അങ്ങോട്ട് വാ. നല്ല ജിമ്മാണോ? നീ അങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാമല്ലോ. എന്നാ ഓക്കെ ചേച്ചി. ഡാ നീ സമയം നോക്കിയേ, 2:30 ഷോ, ചേച്ചിയോട് സംസാരിച്ചിരുന്ന് ടൈം പോയത് അറിഞ്ഞേയില്ല. എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. അങ്ങനെ കോള് കട്ടായപ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ആലോചിക്കാവുന്നില്ലേ ഉള്ളൂ. നല്ല രീതിക്ക് സ്വയം പരിപാടി കാണിച്ചിട്ട് തന്നെ ഞാൻ കിടന്നുറങ്ങിയത്. പിന്നെ ചേച്ചിയെക്കുറിച്ച് ഒരുപാട് ഞാൻ ആലോചിച്ചു. ഇനി ചേച്ചി വളയുന്ന ടൈം പാണോ, അതോ പണി കിട്ടുമോ എന്നൊക്കെ ഓർത്തു. ചേച്ചിക്ക് ഇങ്ങനെ ആരുമായിട്ട് വലിയ കമ്പനിയില്ല. പിന്നെ അത്രയും നല്ല സൗന്ദര്യം എന്ന് പറയാൻ പ്രത്യേകിച്ച് അങ്ങനെയില്ല, എന്നാലും പ്രത്യേക ഒരു അഴകുണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡിനാണേ ക്യാഷ് എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അയാൾ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ചേച്ചിയെ ജോലിക്ക് വിടാൻ തീരെ താല്പര്യമില്ലാത്ത ആളാണ്. ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടമുള്ള വിനോദമാണ് ട്രാവലിംഗ് ടു ഹിൽ സ്റ്റേഷൻ. ട്രൂത്ത് ഓർ ഡെയർ കളിച്ചാൽ ഇതുപോലുള്ള ഇൻഫർമേഷനൊക്കെ കിട്ടും. പിന്നെയാണ് ജിം ജോയിൻ ചെയ്യുന്ന കാര്യം ഓർമ്മ വന്നത്. നാളെ പോയി അഡ്മിഷൻ എടുക്കണം. അങ്ങനെ എപ്പോഴും ഞാൻ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അതാ സമയം കഴിഞ്ഞു. ഇനി ജോലിക്ക് പോകാൻ സമയമില്ല. വേഗം സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞു. സാറിന് ടാർഗറ്റാണ് മുഖ്യം. ഇപ്പോൾ ഞാൻ ടാർഗറ്റ് കവർ ചെയ്ത് അഡീഷണൽ ആയതുകൊണ്ട് സാർ ലീവൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനൊന്നുമില്ലാണ്ട് ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോഴാണ് ഡോറിൽ ആരോ മുട്ടിയത്. ഞാൻ പരിസരം നോക്കാതെ വേഗം എണ്ണീറ്റ് അവിടെ കിടന്നൊക്കെ എടുത്തിട്ട് ഡോറ് തുറന്നു. ആരായിരിക്കും? നമ്മുടെ ലയ ചേച്ചി തന്നെ. ഹലോ. ഹായ് ചേച്ചി. ലയ ചേച്ചി ചിരിച്ചു. ചേച്ചി വാ. വരാമല്ലോ. ഇന്ന് പോയില്ലേ? എണീറ്റപ്പോൾ ലേറ്റായി ചേച്ചി. ഇനി പോയിട്ട് കാര്യമില്ല, അതുകൊണ്ടെങ്കിൽ ലീവ് പറഞ്ഞു. ആണോ? എൻ്റെ ഇന്നലെ വീഡിയോ കോൾ ചെയ്ത ഹാങ് ഓവർ മാറിയില്ലേ? ആദ്യമായിട്ടല്ലേ? അതാ ഞാൻ നാണത്തോടെ പറഞ്ഞു. അതാണോ? അതെ. അത് പിന്നെ നിനക്ക് എൻ്റെ വീട്ടിൽ വന്ന് ട്യൂഷൻ എടുക്കാൻ പറ്റുമോ എൻ്റെ മോളെ? ചേച്ചിക്കത് ബുദ്ധിമുട്ടാവുമോ? അതല്ലടാ, നീ ആവുമ്പോൾ എനിക്ക് വിശ്വസിച്ച് വീട്ടിൽ കയറ്റാമല്ലോ. എത്ര നേരം ചേച്ചി പഠിപ്പിക്കേണ്ടേ? നിനക്ക് ജോലി കഴിഞ്ഞ് പോരെ? പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് വർക്കൗട്ടിനും പോവാം. ഓക്കെ ചേച്ചി, നീ വേഗം റെഡിയാവ്. ഇപ്പം നമുക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാം. ശരി ചേച്ചി. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ വേഗം അകത്ത് പോയി ചേച്ചി വെറുതെ നല്ല രീതിക്ക് നിൽക്കുന്നതിനെയൊക്കെ കണ്ടു. ശരിക്കും അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ ഞാനിങ്ങനെ ആലോചിച്ചു. ഞാൻ വേഗം ടോയ്ലറ്റിൽ പോയി നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി, അതും പാസ്സാക്കി ഞാൻ റെഡിയായി. നീ ഇത്രയും സമയം എടുക്കും കുളിക്കാൻ? അത് പിന്നെ നന്നായിട്ടൊന്ന് കുളിക്കണ്ടേ ചേച്ചി? ചേച്ചി ഒന്ന് ചിരിച്ചു. ചേച്ചി എൻ്റെ ബൈക്ക് എടുക്കാം. ചേച്ചി വഴി പറഞ്ഞു തന്നാൽ മതി. ഓക്കേടാ. ഞാൻ ബൈക്ക് എടുത്തു. പുറകിൽ ലയ ചേച്ചി കയറി. എന്നെ അത്ഭുതപ്പെടുത്തി. ലയ ചേച്ചി കാലിട്ട് തന്നെയായിരുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും എന്നറിയാമല്ലോ, നല്ല ഭംഗി പോലെ ഉണ്ട് അതിങ്ങനെ. അതും ഒരു വല്ലാത്ത ഫീലിംഗ് തന്നെ ആയിരുന്നു എനിക്ക്. അതൊന്നും കാര്യമാക്കാതെ ഞാൻ ചേച്ചി പറഞ്ഞ വഴിയിലൂടെ പോയി. അങ്ങനെ ഞങ്ങൾ ജിമ്മിലെത്തി. അവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നു. അപ്പോൾ അവിടെ ഒരു ട്രെയിനർ പോലുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി അവരെ പരിചയപ്പെടുത്തി. അവരുടെ പേര് ടീന എന്നാ. ഇവിടുത്തെ ജിമ്മിൻ്റെ ഓണറുടെ മോളാണ്. ജിം നോക്കി നടത്തുന്നത് ഇവർ തന്നെയാണ്. ജിമ്മിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ട്രെയിനറായി ടീനയും പിന്നെ ഒരു ചേട്ടനും ഉണ്ട്. അങ്ങനെ അഡ്മിഷൻ എടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
ലയ, ജിം ഇഷ്ടപ്പെട്ടോ? എൻ്റെ നാട്ടിലെ ജിം ഇതെല്ലാം ചെറുതായിച്ചി, എൻ്റെ ഇച്ചിരി വലിയ ജിം അല്ലേ? ആണോ? അപ്പോൾ എനിക്കൊരു കമ്പനിയായി. എനിക്ക് ജിം ഡ്രസ്സൊന്നും മേടിക്കണം. ചേച്ചി വരുന്നോ? അതിനെന്താ, അപ്പം പോവാ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ അടുത്തുള്ളൊരു കടയിൽ കയറി സ്പോർട്സ് ഡ്രസ്സൊക്കെ മേടിക്കാൻ ഒരുങ്ങി. എന്നാൽ ലയ ചേച്ചി എനിക്ക് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് തന്നു. അതെനിക്കൊരു നല്ല തുടക്കം പോലെ തോന്നി. ലയ ചേച്ചീൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നൊരു തോന്നൽ. അങ്ങനെ ഇരിക്കുക അവിടെ ഒരു ഗ്ലൗസ് കണ്ടത്. ലയ ചേച്ചി എൻ്റെ അടുത്തത് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഞാനത് വാങ്ങി ചേച്ചിയെ കൊണ്ട് വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ഒരു നല്ല ഹോട്ടലിൽ കയറി ഞങ്ങൾ 2 ബിരിയാണി കഴിച്ചു. അവിടെ ഞാൻ എൻ്റെ ജോലിക്കാര്യങ്ങളും എൻ്റെ കോളേജിൽ നടന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറേ കൂടെ അടുത്തു. പോകുന്ന സമയത്തും ചേച്ചിയുടെ ഇങ്ങനെ തട്ടിയിരിപ്പുണ്ട്. എനിക്ക് നല്ല അടിപൊളി ഫീലിങ്സാണ് കിട്ടിയത്. എൻ്റേതാണെങ്കിൽ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ചേച്ചി ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എങ്ങനെ സെറ്റല്ലാണ്ടിരിക്കും അല്ലേ? അങ്ങനെ ആ ഒരു സുഖത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീടെത്തി. കോപ്പ് കുറച്ച് സ്ലോ ആക്കി പോയാൽ മതിയായിരുന്നു, ഞാൻ മനസ്സിലോർത്തു. അങ്ങനെ 2 ആഴ്ച കടന്നുപോയി. ഞാൻ ഒറ്റയ്ക്ക് ജിമ്മിൽ പോകാൻ തുടങ്ങി. ചേച്ചി വേറെ സമയത്ത് വരുന്നത് കൊണ്ട് അങ്ങനെ കാണാറില്ലായിരുന്നു. എന്നിരുന്നാലും ഞാൻ അന്ന് രാത്രി ചേച്ചിയായിട്ട് വീഡിയോ കോൾ ചെയ്യാറുണ്ടായിരുന്നു. അതെന്തോ ഒരു പരിവായി. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി കമ്പനിയായി. ഒരു രാത്രി ചേച്ചി എന്നോട് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ചോദിച്ചു, ഡാ, സീരിയസ് ആയിട്ട് നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? എൻ്റെ ചേച്ചി ശരിക്കും രാത്രി ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ വരും, പിന്നെ എണ്ണിക്കുമ്പോൾ മാഞ്ഞു പോവും. അയ്യേ, ഞാൻ പതിയെന്ന് പുഞ്ചിരിച്ചു. ഞാൻ ഓർത്ത് നിനക്കൊരു അടിപൊളി ഗേൾ ഫ്രണ്ട് ഉണ്ടാവുമെന്ന്. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ സംസാരിച്ച് കടന്നുപോയി. പിറ്റേ ദിവസം ചേച്ചി എന്നെ കാണാൻ വന്നു. അതെ, ഇന്ന് നമുക്ക് ഒരുമിച്ച് ജിമ്മിൽ പോയാലോ? ചേച്ചി, ഇന്ന് വൈകിട്ട് നമുക്ക് പോവാട്ടോ ഒരുമിച്ച്. ആയിക്കോട്ടെ ചേച്ചി. അങ്ങനെ ലയ ചേച്ചി അവരുടെ വീട്ടിലേക്ക് പോയി. ഞാൻ എൻ്റെ വീട്ടിൻ്റെ വാതിൽ കയറി അടച്ചു. പിന്നെ വേഗം ഒന്നും നോക്കാതെ ലയ ചേച്ചി ഓർത്തായിരുന്നു പിന്നെ പരിപാടി. നല്ല അസലൊരു പരിപാടി അവിടെ കഴിഞ്ഞു. അങ്ങനെ വൈകുന്നേരമായി. ചേച്ചിയുടെ കോള് വന്നു. ഞാൻ വേഗം കോളെടുത്തു. ഹലോ, ഡാ, എന്തായി, പോകണ്ടേ? ചേച്ചി പോവാം. ചേച്ചി, നമുക്കെൻ്റെ ബൈക്കിൽ പോവാം, അതാകുമ്പോൾ ചേച്ചിയും വണ്ടി ഓടിക്കണ്ടല്ലോ. കോള് കട്ടാക്കി. ഞാൻ വേഗം എൻ്റെ ജിം ഡ്രസ്സൊക്കെ എടുത്തിട്ടു. പെട്ടെന്ന് ഡോർ കോളിംഗ് ബെല്ലടിച്ചു. ഞാൻ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അത് ചേച്ചിയാ. ഡാ, എന്തായി, പോവണ്ടേ? റെഡിയായി ചേച്ചി. ഡാ, നീ എൻ്റെ ഒരു കസിനാണെന്ന് കേട്ടോ. എല്ലാവരോടും ഞാൻ അങ്ങനെ പറഞ്ഞേക്കുന്നത്. അത് കുഴപ്പമില്ല ചേച്ചി. അല്ലേ പിന്നെ അവിടെ ഉള്ളൊരു മൊത്തം സംശയമാവുമല്ലേ? അതെ, ബാ, ടൈം കളയണ്ട. അങ്ങനെ ഞങ്ങൾ വേഗം ബൈക്കിൽ കയറി. ചേച്ചിയുടെതൊക്കെ ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് താവുന്നത് എനിക്ക് ഫീലാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്തവണ നന്നായിട്ട് ആസ്വദിച്ച് തന്നെയാണ് വണ്ടി ഓടിച്ചത്. ബ്രേക്കൊക്കെ ഇടുമ്പോൾ അതിങ്ങനെ ഇതാവുന്നത് ഞാൻ അറിയുന്നുണ്ട്. അതും കൂടി ആയപ്പോൾ എൻ്റെ ഒരു നല്ല രീതിക്ക് സെറ്റായി. അപ്പോഴാണ് ചേച്ചിയുടെ കൈ എൻ്റെ തോളത്ത് വെക്കുന്നത്. അതിങ്ങനെ ആയപ്പോൾ അത് പ്രത്യേക ഒരു അടിപൊളി ഫീലായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോന്നും പറഞ്ഞ് അങ്ങനെ ജിമ്മെത്തി. ചേച്ചി വേഗം പോയി. ജിമ്മിൽ വന്നിട്ടാണ് ചേച്ചി ഡ്രസ്സ് മാറണേ. ചേച്ചിയുടെ ചുരിദാറൊക്കെ മാറ്റി ടീഷർട്ടൊക്കെ ഇട്ട് വന്നു. ഞാനത് കണ്ടപ്പോൾ തന്നെ പ്ലിങ് അടിച്ചു പോയി എന്ന് വേണം പറയാൻ. ആ ഒരു ലുക്കിൽ കണ്ടപ്പോഴേ ഭയങ്കര എന്തൊരു സംഭവം. എല്ലാം അങ്ങനെ എടുത്ത് ചാടുന്ന നിലയ്ക്ക് നിൽക്കുക. ഞാനതങ്ങനെ നോക്കി നിന്നപ്പോഴല്ല ചേച്ചി, നീ ബാ, വാമപ്പ് ചെയ്യാം. ഓക്കെ ചേച്ചി. ചേച്ചിയുടെ പുറകിൽ നിന്നുകൊണ്ട് ഞാൻ വാമപ്പ് ചെയ്തു. ചേച്ചി സിറ്റപ്പ് ചെയ്യുമ്പോൾ അത് കണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. സിറ്റപ്പ് പറയണ്ടല്ലോ അല്ലേ, നിങ്ങൾക്കറിയാമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ടീന വന്നു. ടീന ലയ ചേച്ചിയുടെ കസിനല്ലേ? അകന്നൊരു ബന്ധമാണ് ചേച്ചിയുടെ. ടീന ഇവനെ എൻ്റെ കൂടെ ട്രെയിൻ ചെയ്യിപ്പിക്കാവോ? അവന് നല്ല മടിയാണ്. കണ്ണ് മാറിയ വെറുതെ ഫോൺ നോക്കി നിൽക്കും. അപ്പം മടിയനല്ലേ? എന്നാൽ ചേച്ചി എന്നെ നോക്കിക്കോ, കണ്ടാൽ പറയില്ലല്ലോ. വെറുതെ മടി മാത്രമേ ഉള്ളൂ ഇവന്. എന്നെപ്പറ്റി ഇങ്ങനെ അപവാദം പറയുന്നത് കേട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നു. എന്നാൽ വേഗം ആവട്ടെ, വെയിറ്റ് എടുക്കാൻ പൊക്കോ, ഇന്ന് ലെഗല്ലേ. നീ ചേച്ചി സപ്പോർട്ട് ചെയ്തോ? ഓക്കെ ശരിയടി. അങ്ങനെ ഞാൻ ചേച്ചിയുടെ പുറകെ വെയിറ്റ് ട്രെയിനിങ് ഉള്ളിടത്ത് പോയി. നീ സ്കോട്ട് ചെയ്യോ? ചേച്ചി ചെയ്യും. ആദ്യം നമുക്ക് ലെഗ് എക്സ്കേർഷൻ ചെയ്യാം. അതിനെന്താ ചേച്ചി,
നമുക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ ലെഗ് എക്സ്കേർഷൻ മെഷീൻ ഉള്ളിടത്ത് പോയി. ഭാഗ്യത്തിന് അവിടെ ആരുമില്ല. ചേച്ചി ആദ്യം അവിടെ മെഷീനിലിരുന്നു. നീ എണ്ണീക്കോ, ഞാൻ അടിക്കാൻ പോവാ. ആ ഓക്കെ ചേച്ചി. ഞാൻ ചേച്ചിയുടെ നേരെ അടുത്തുള്ള മെഷീനിലിരുന്ന് എണ്ണാൻ തുടങ്ങി. ചേച്ചിയുടെ കാലുകൾ പൊങ്ങുന്നതും താഴുന്നതും നോക്കി ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഞാൻ അതങ്ങനെ നോക്കി വെള്ളമിറക്കി തന്നെ ഇരിക്കുകയായിരുന്നു. ഒരു 15 ചേച്ചി ഇറങ്ങി. ഞാൻ അതിൽ കയറി. ചേച്ചി എനിക്ക് എണ്ണി തന്നു. അങ്ങനെ അവിടുത്തെ വർക്കൗട്ട് കഴിഞ്ഞ് ഞാൻ നേരെ അടുത്ത സെക്ഷൻ പോയി. സ്ക്വാട്ട് ചെയ്യാനായിരുന്നു. ഡാ നീ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചേച്ചി അവിടെയുള്ളൊരു ബെൽറ്റ് എടുത്തിട്ടു. അങ്ങനെ ചേച്ചി വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കാൻ റെഡിയായി. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഡാ നീ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ശരി ചേച്ചി. ഞാൻ ചേച്ചിയുടെ പുറകിലായിട്ട് നിന്നു. ആദ്യത്തെ 2 ചേച്ചി ഈസി ആയിട്ട് എന്നെ എടുത്തു. 3 ആയപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അവിടേക്ക് ഇതാക്കാനുള്ള ചെറിയൊരു പ്രയോഗം കിട്ടി. അങ്ങനെ ഒരു 5 ചേച്ചി എടുത്തു. എൻ്റെ ടേൺ ആയപ്പോൾ ഞാൻ ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ നിന്നു. പക്ഷേ എനിക്ക് ഈസി ആയിട്ട് തന്നെ 5 എടുക്കാൻ പറ്റി. സപ്പോർട്ട് വേണ്ടി വന്നില്ലേ. വീണ്ടും ചേച്ചിയുടെ ടേണായി. അപ്പം ഞാൻ ചേച്ചി സപ്പോർട്ട് ചെയ്തു. ഇത്തവണ ഇങ്ങനെ എന്താ പറയുക, പുറമെ തട്ടത്തൊക്കെ പാകത്തിന് ഇങ്ങനെ സപ്പോർട്ട് ഞാൻ ചെയ്തു. ഒന്ന് പേടിച്ചാണേലും വലിയ പ്രശ്നമില്ലാതെ അതങ്ങായി. അപ്പം ഞാൻ ഒന്ന് നന്നായിട്ട് ചെയ്തു കൊടുക്കാൻ തന്നെ തുടങ്ങി. ചേച്ചിയുടെതൊക്കെ കൈ തട്ടുന്ന സന്തോഷവും ബാക്കി മുട്ടുന്നൊരു ഫീലും കൂടെ ഒക്കെ ആയപ്പോൾ എൻ്റെ എനർജി വല്ലാണ്ടങ്ങ് കൂടി. പിന്നെ ഞങ്ങൾ കാഫ് വർക്കൗട്ട് കൂടി ചെയ്ത് ലെഗ് പ്രസ് ചെയ്യാൻ മടിയായത് കൊണ്ട് അത് ചെയ്തുമില്ല. എനിക്ക് ചേച്ചിയുടെ എന്താ പറയുക, ഇങ്ങനെ സ്ക്വാട്ടൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്തോ അതൊക്കെ കണ്ട് വല്ല ആഗ്രഹമായിരുന്നു. പക്ഷേ പിന്നെ അതങ്ങ് നടന്നില്ല. അങ്ങനെ അന്നത്തെ വർക്കൗട്ടൊക്കെ തീർന്ന് പോകുന്ന വഴിക്ക് ടീനെ കണ്ട് ചേച്ചി വർത്താനം പറഞ്ഞു. ഞാൻ ചേച്ചിയെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കാമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് ചേച്ചി പുറത്ത് വന്നു. എന്നോട് പറഞ്ഞു, ഡാ ഒരു പിക്ക് എടുക്കാം മിറർ വെച്ചിട്ട്. ഓ അതിനെന്താ, ബാ. ചേച്ചി വേഗം ഫോണെടുത്തൊരു പിക്ക് എൻ്റെ ഒപ്പം എടുക്കാൻ റെഡിയായി. എന്നോട് പോസ് ചെയ്യാൻ പറഞ്ഞു. ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെയാ എന്നോട് മസിൽ പിടിക്കാൻ പറഞ്ഞു. ഞാൻ 2 കൈയും പൊക്കി ചേച്ചിയുടെ പുറകെ നിന്ന് ചേച്ചി ഞങ്ങളുടെ പിക്ക് എടുത്തു. ഡാ നിൻ്റെ ആപ്സ് കാണിക്ക്, ഷർട്ട് പതിയൊന്ന് ഇതാക്കി. ആ ഓക്കെ ചേച്ചി. ഞാൻ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചെയ്തു. നല്ല 6 പാക്ക് പോലുള്ള ആപ്സ് ആയതുകൊണ്ട് എനിക്കതൊരു അഭിമാനം തന്നെ ആയിരുന്നു. അപ്പോഴാണ് ചേച്ചി തിരിഞ്ഞു നിന്നിട്ടൊരു പിക്ക് എടുത്ത് മുഖം കാണാൻ പറ്റാത്ത രീതിയിൽ. അങ്ങനെ ആ പിക്കും എടുത്തു. ഞങ്ങൾ 2 ഇറങ്ങി. ബൈക്കിൽ കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ചേച്ചി എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നീ ഒരുപാടായോ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്? 2 വർഷമായി കാണും ചേച്ചി. പിന്നെ നിനക്ക് എൻ്റെ കൂടെ പിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? ആഹാ, അപ്പോൾ നിനക്ക് പിക്ക് എടുത്ത് തകർക്കാം. ചേച്ചി ഇതൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുമോ? ഇല്ലടാ, എൻ്റെ ഇൻസ്റ്റയിൽ ഒറ്റ പിക്ക് പോലും കാണില്ല. പിന്നെന്തിനാ പിക്ക്? ഒരു രസമല്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതും ഞങ്ങൾ വീട്ടിലെത്തി. നിന്നിന്ന് വീഡിയോ കോളാക്കാം, ബാക്കി എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ആ ഓക്കെ ചേച്ചി. വീട്ടിലെത്തി ഞാൻ വേഗമൊക്കെ മാറ്റി ഒരു കുളി പാസ്സാക്കി. ഇത്തവണ ഞാൻ ചെയ്തില്ല. വീഡിയോ കോൾ ചെയ്യുമ്പോൾ ചേച്ചി കണ്ടൊന്നതാക്കിയാലോ എന്നൊക്കെ തോന്നി. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചൊരു 10 മണി വരെ റീല് നോക്കി കിടന്നു. അപ്പോഴേക്കും ചേച്ചിയുടെ മെസ്സേജ്, ഡാ വീഡിയോ കോൾ ചെയ്യേ, ഇപ്പം സെറ്റാ. ഓക്കെ ചേച്ചി. ഞാൻ വേഗം വീഡിയോ കോൾ ചെയ്തു. ചേച്ചി ഇന്നൊരു എന്താ ഇട്ടുന്നതൊക്കെ കണ്ട് കൊള്ളാം. ഡാ ഇന്ന് വർക്കൗട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമായിരുന്നു ചേച്ചി. എനിക്കും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത്ര സുഖമല്ല, പക്ഷെ നീ എല്ലാവരുന്നപ്പോൾ കൊള്ളായിരുന്നു. ചേച്ചി അപ്പോൾ ഒറ്റയ്ക്കാണോ ചെയ്തേ? എടാ പിന്നെ ജിം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ജിമ്മ. പിന്നെ നീ വല്ല പെണ്ണുങ്ങളെയും കണ്ടോ? ഞാൻ നോക്കാതെ ഞാനൊന്നും നോക്കിയില്ല. പിന്നെ ചേച്ചിയുള്ളപ്പോൾ വേറെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. മതിയടാ സുഖിപ്പിച്ചത്. സത്യം പറഞ്ഞല്ലേ ചേച്ചി? ശരിക്കും? അതേ ചേച്ചി, നിങ്ങളുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് വീണ് പോവും. പിന്നെന്തിനാ വേറെ പെണ്ണ്? പോടാ കളിയാക്കല്ലേ. ചേച്ചി ഒരു സത്യം പറയട്ടെ, എനിക്ക് ചേച്ചീൻ്റെ വൈഫായി കിട്ടിയ കൊള്ളാമെന്നൊക്കെ തോന്നി. ശരിക്കും ചേച്ചി, ഞാൻ ചേച്ചിയെപ്പോലുള്ള ഒരാളെയാണ് നോക്കി നടന്നേ. ഡാ പോടാ, ഞാൻ അത്ര സുന്ദരിയൊന്നും അല്ലല്ലോ. പിന്നെന്താ? വെളുപ്പിലൊക്കെ എന്ത് കാര്യം മോളെ. അല്ലേ ചേച്ചി പതിയെ നോക്കി ചിരിച്ചു.
നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോടാ? ഇല്ലേ ചേച്ചി, എത്ര തവണ പറഞ്ഞു. എന്തേ? അല്ല സീരിയസ്ലി നിനക്കില്ലേ? ഇല്ലേ ചേച്ചി, ഈ ഗേൾ ഫ്രണ്ടൊക്കെ സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ നിനക്കിനി മുതൽ സ്വപ്നത്തിലും ഗേൾ ഫ്രണ്ട് വേണ്ട. ഏ, ഞാൻ നിൻ്റെ ഗേൾ ഫ്രണ്ട് ആവാം. എന്തേ? ശരിക്കലും? ബട്ട് ചേച്ചി മാരീഡ് അല്ലേ? അതിനെന്താ? നിനക്ക് എന്നെപ്പോലുള്ള ആൾ വേണമെന്നല്ലേ പറഞ്ഞേ? ഞാനായാലപ്പോൾ എന്താ പ്രശ്നം? ഞാൻ ആകെ ഷോക്കാവുക പോലെ തോന്നി. ചേച്ചി എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഓർത്തിട്ട്. ശരി ചേച്ചി, എന്നാൽ ഇനി മുതൽ നമ്മൾ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്. എന്നാൽ ഇനി നീ എന്നെ ലയാന്ന് വിളി, കേൾക്കട്ടെ? ഞാൻ സീരിയസ്ലി പറഞ്ഞ കേട്ടോ. ശരി ലയ കിട്ടി. ഡാ, ഇനിയൊരു കാര്യം പറയാം. നീ എൻ്റെ അവിടെയൊക്കെ ശരിക്കും ഇതാക്കിയതാണോ? ഞാനൊന്ന് പകച്ചു പോയി. അത് പിന്നെ ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ നേരത്ത് സത്യം പറയടാ. ശരിയാ ചേച്ചി, ഞാൻ റിയലായിട്ട് ഇതാക്കിയത് തന്നെയാണ്. എനിക്ക് തോന്നി സാധാരണ എന്നെ ഇതാക്കിയ ഞാൻ കാരണം നോക്കി പൊട്ടിക്കുന്നതാണ്. ബട്ട് നിന്നോട് എനിക്കങ്ങനെ പൊട്ടിക്കാൻ തോന്നിയില്ല. അറിയാതെ ചെയ്തു പോയതാ ചേച്ചി, ഇനി ഉണ്ടാവില്ല. ലയാന്ന് വിളിക്കടാ. സോറി ലയ. നീ എന്തിനാ സോറി പറയുന്നത്? ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലേ. അപ്പോൾ ഹസ്ബൻഡ്? അയാൾ ക്യാഷും കെട്ടിപ്പിടിച്ചിരിക്കട്ടാ, നമുക്ക് അടിച്ചു വിളിക്കാന്നേ. മോളിറങ്ങിയോ? ഇറങ്ങിയടാ. ചേച്ചി മോളെ കാണിച്ചു തന്നു. ഞാൻ ചോദിച്ചു, മോളുടെ പേരെന്താ? മീനു. ഇനി നീ നമ്മുടെ മോളെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ലേക്കുട്ടി. എടാ ദീപു. എന്താ ലേക്കുട്ടി? എനിക്കിതിനെ കെട്ടിയ കൊള്ളാമെന്നുണ്ട്. എന്താ ചെയ്യുക? നിനക്ക് കല്യാണം കഴിക്കുക? എനിക്ക് സമ്മതം. ഞാൻ നിന്നെ കെട്ടുപോയി എൻ്റെ ദീപു. അതിനെന്താ, കെട്ടിക്കോ. എന്നെ കെട്ടി നിൻ്റെ കൊച്ചിന് എനിക്ക് തരുമോ ദീപു? തരാമല്ലോ. നല്ല ദീപു, നിൻ്റെ കാമുകിയായിട്ട് ഞാൻ ഇടുള്ളപ്പോൾ നീ എന്തിനാ അവിടെ പോയിരിക്കുന്നേ? ഞാനപ്പോൾ അങ്ങോട്ട് വരട്ടെ? അയ്യടാ, ഇപ്പം വേണ്ട, ഞാൻ പറയാം. അപ്പോഴേക്കും ഒന്ന് സെറ്റാക്കാൻ നോക്കല്ലേ കൊച്ചു കള്ളൻ. ഞാനും ചേച്ചിയൊന്ന് ചിരിച്ചു. ലൈക്കുട്ടി, നമുക്ക് ട്രൂത്ത് ഓർ ഡെയർ കളിക്കാം. ഓക്കെ. ഡാ, ഞാൻ മറ്റേ റൂമിൽ പോട്ടെ. ഇല്ലേ നമ്മുടെ മോൾ എണ്ണീക്കും, എന്നിട്ട് വിളിക്കാം. ഓക്കെ. അങ്ങനെ ഫോൺ കട്ടായി. ഞാൻ എന്തോ ഷോക്കടിച്ച പോലെ ആയിരുന്നു. ചേച്ചിയെ ഗേൾ ഫ്രണ്ടായി കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ഇനി അത് വെറുതെ പറഞ്ഞതാണോ എന്നൊക്കെ ഒരു സംശയം. ഇനി ഇതും പറഞ്ഞ് എനിക്ക് ചേച്ചിയെ കിട്ടുമോ? അങ്ങനെ കുറേ ചിന്തകൾ മനസ്സിൽ കൂടെ കടന്നുപോയി. പെട്ടെന്ന് ചേച്ചിയുടെ ഫോൺ വന്നു. ഡാ, ഇപ്പം കളിക്കാം നമുക്ക്. നീ പറ, ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. നീന്ന് എൻ്റെ ബാക്കിൽ ഇതാക്കിയോടാ. ചേച്ചി അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെന്തോ ഷോക്കടിച്ച പോലെ. ഇല്ല. ഡാ, നുണ പറയല്ലേ. എനിക്ക് ഫീലായിരുന്നല്ലോ. ലൈക്കുട്ടിക്ക് തെറ്റി. പിന്നെ നീ എന്താ ചെയ്തേ? പറയണോ? പറയടാ. അത് നെക്സ്റ്റ് ട്രൂത്ത് ഓർ ഡെയർ പറയുമ്പോൾ പറയാം. പോടാ, ഇപ്പം പറ, ഇല്ല ഞാൻ പിണങ്ങും കേട്ടോ. അത് എൻ്റെത് അവിടെ ചെറുതായിട്ടൊന്ന് മുട്ടിയതാ. ചി, വൃത്തികെട്ടവൻ. ലൈക്കുട്ടിക്ക് എന്താ അത്ര വൃത്തികേടാ? ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ, എനിക്കപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ലേ? അങ്ങനല്ല, നീ ചെയ്തോ. പക്ഷേ എൻ്റെ ദീപുക്കുട്ടാ. അങ്ങനെ ഞങ്ങൾ കുറേ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ വീണ്ടും ചോദിച്ചു, ലൈക്കുട്ടി, ഇനി നീ പറ, ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ച പ്രശ്നമുണ്ടോ? ഇനി എന്ത് പ്രശ്നം? നമ്മൾ കാമുകനല്ലേ. എപ്പോഴാണ് അവസാനമായിട്ട് അന്ന് ചെയ്തത്? 1 വർഷമായി കാണും. സോ അത്രയും ആയിട്ട് ചെയ്തില്ലേ? ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ചോദിച്ചു. ഇല്ലടാ. ഇനി ഞാൻ ചോദിക്കാം, ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. നീ അപ്പോഴാണ് അവസാനമായിട്ട് ഇതാക്കി? അങ്ങനെ ചോദിക്കല്ലേ, ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഇത് തന്നെയാണ്, ഒന്നും ആക്കിയിട്ടില്ല. ശരിക്കലും? എന്ത് പറയാനാ, ഇങ്ങനെ ആയിപ്പോയി. എൻ്റെ പൊന്നോ, ഞാനൊരുത്ത് ഒരു പ്രാവശ്യമെങ്കിലും നീ ചെയ്തിട്ടുണ്ടാവുമെന്ന്. ഞാൻ പോവുക, എനിക്ക് വിഷമമായി. ഞാനൊരു നമ്പർ ഇറക്കി. വേണമെങ്കല്ലേ മുത്തേ, നീ വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എങ്ങനെ? അയ്യടാ, അങ്ങനെ പറയണ്ട. ഇനി നീ ചോദിക്ക്. പറയണ്ടല്ലേ കുട്ടി, ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഞാനൊരു പിക്ക് അയക്കാം, നീ പറ അത് ഇഷ്ടമായോ ഇല്ലയോ എന്ന്. ഓക്കെ. ഞാൻ വേഗം ഫോൺ വെച്ചു. ഇനി ഒന്നും നോക്കാനില്ല. ഇതും കൂടി വർക്കൗട്ടായാൽ അവൾ എൻ്റെ ആവും, ഉറപ്പ്. ഞാൻ എൻ്റേത്
താഴത്തേത് നല്ല സെറ്റായിട്ട് നിൽക്കുന്നില്ലേ, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ടത് വ്യൂവൻസ് ആക്കി ലൈക്ക് വാട്സപ്പ് അയച്ചു. സീനേനെ കണ്ടപ്പോൾ ഞാൻ കോൾ ചെയ്തു. എന്താ പറയാനുള്ള എൻ്റെ മോക്ക്? ഡാ, നീ എന്നെ കൊല്ലുമോ? ഇഷ്ടമായോ ഇല്ലയോ അത് പറ. അതെങ്ങനെയാ പറയുന്നേ? നീ പോ, എനിക്ക് നാണാവുന്നു. നീ നാണിക്കുന്ന എന്തിനാ? ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ? വൃത്തികെട്ടവൻ. അവൾ അതും പറഞ്ഞ് ഞാൻ എൻ്റേതിങ്ങനെ വീഡിയോ കോൾ വഴി എന്നെ കാണിച്ചു കൊടുത്തു. അതും കണ്ട് ചേച്ചി വാ പൊളിച്ച് നിന്ന് പോയി. അവൾ അറിയാതെ വാ തുറന്നു പോയെന്ന് വേണം പറയാൻ. എന്തോ അത് കൊതിയായതുപോലെ എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, ഇനി പറ, എങ്ങനെയുണ്ട്? ഡാ, നീ എന്നെ ഓണാക്കാണോ? നീ പറ, എങ്ങനെയുണ്ട്? എന്ത് വലുതാടാ അത്. അതല്ല, ഇഷ്ടമായോ ഇല്ലയോ അത് പറ. ഇഷ്ടമായി ദീപു. ഞാനത് പറഞ്ഞപ്പോൾ അത് മാറ്റി അവൾ എൻ്റെ മുഖത്തേക്ക് ഇതാക്കി. ഡാ ദീപു, നീ എന്ത് മനുഷ്യനാടാ, എന്നെ ഇങ്ങനെ രാത്രി വിളിച്ചിട്ട് ഓണാക്കാൻ നിൽക്കുക? നീയല്ലേ എൻ്റെ ബോയ് ഫ്രണ്ട് ആവാമെന്ന് പറഞ്ഞത്, അപ്പോൾ പിന്നെന്താ എന്നും പറഞ്ഞ് ഇങ്ങനെ കാണിച്ച് പേടിപ്പിക്കണോ? പാവമല്ലേ ഞാൻ. ഞങ്ങൾ രണ്ടാളും അറിയാതെ നോക്കി ചിരിച്ചു പോയി. എന്നിട്ട് വീണ്ടും ഞങ്ങളുടെ ട്രൂത്ത് ഓർ ഡെയർ തുടർന്നു. ഞാനേ എൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുക. ഈ ട്രൂത്ത് ഓർ ഡെയറിൻ്റെ ബാക്കി ഭാഗം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലിട്ടോളൂ, എന്നിട്ട് ഞാനിടാം. അഭിപ്രായം അറിയിക്കണേ. ബൈ.